ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്ന് നമ്മൾ ഫോട്ടോണിക്സ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലത്തെ ലാസ്റ്റ് പാർട്ടാണ് ഫോട്ടോണിക്സ്. അപ്പോൾ എന്താണ് ആദ്യം ഫോട്ടോണിക്സ് എന്ന് നോക്കാം. നെയിമിൽ സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഫോട്ടോണിനെ പറ്റിയുള്ള സ്റ്റഡീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോട്ടോണിക്സ് എന്ന് പറയുന്നത്. ഫോട്ടോണിക്സ് നമുക്കറിയാം ഓൾറെഡി പാർട്ടിക്കിൾസ് ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ അത് ജനറേറ്റ് ചെയ്യുക, ഡിറ്റക്റ്റ് ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യുക, ഓരോ മീഡിയത്തിലും അതിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് സ്റ്റഡി ചെയ്യുക, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോട്ടോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോണിക്സിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള രണ്ട് ടോപ്പിക് എന്ന് പറയുന്നത് LED സോളാർ സെല്ലും ആണ്. അപ്പോൾ നമുക്ക് ആദ്യം LED നോക്കാം. LED നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും, അതിൻ്റെ ഫുൾ ഫോം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നുള്ളത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അപ്പോൾ LED കേസിൽ എന്താണ് ഒരു സാധാരണ ഡയോഡിൽ നിന്ന് വ്യത്യാസം എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു സാധാരണ ഡയോഡിൽ ആനോഡ് ഉണ്ടാവും, കാഥോഡ് ഉണ്ടാവും. ഇങ്ങനെ രണ്ട് ആരോ അത് നമ്മുടെ സാധാരണ ഡയോഡിൽ കാണിക്കാറില്ല, അല്ലേ? അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് ലൈറ്റ് എനർജിയാണ്. ലൈറ്റ് എനർജിയാണ് നമ്മുടെ ഔട്ട്പുട്ട് വരുന്നതെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് ആരോസ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതാണ് നമ്മുടെ സാധാരണ ഡയോഡിന്റെ സിമ്പലിൽ നിന്ന് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ LED സിമ്പൽ പഠിച്ചില്ലേ? ഇനി നമുക്ക് വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. എന്താണ് LED വർക്കിംഗ് പ്രിൻസിപ്പിൾ? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇലക്ട്രോലൂമിനിസെൻസ്. അപ്പൊ എന്താ ഉണ്ടാവണേന്ന് നമുക്ക് നോക്കാം. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയുന്നത് ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള PN ജംഗ്ഷൻ ഡിവൈസ് ആണ്. P ടൈപ്പ് ഉണ്ടായിരിക്കും, N ടൈപ്പ് പോർഷനും ഉണ്ടായിരിക്കും. രണ്ട് പോർഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. P ടൈപ്പിലാകുമ്പോൾ ഹോൾ ആയിരിക്കും മെജോറിറ്റി കാരിയേഴ്സ്, N ടൈപ്പിലാകുമ്പോൾ ഇലക്ട്രോൺസ് ആയിരിക്കും മെജോറിറ്റി കാരിയേഴ്സ്. അതാണ് നമ്മൾ ഇവിടെ പിക്ചറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സപ്ലൈ കൊടുക്കുകയാണ്, ഒരു DC സപ്ലൈ കൊടുക്കുകയാണ്. അതിൻ്റെ ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തു, കാഥോഡ് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടും കണക്ട് ചെയ്തു. അതായത് നമ്മുടെ PN ജംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഫോർവേഡ് ബയസിലാണ്. ഇലക്ട്രോൺസും ഹോൾസും തമ്മിൽ ജംഗ്ഷനിൽ വെച്ച് റീകോമ്പിനേഷൻ നടക്കും. റീകോമ്പിനേഷൻ നടന്നു കഴിയുമ്പോൾ കണ്ടക്ഷൻ ബാൻഡിലുള്ള ഫ്രീ ഇലക്ട്രോൺസിന്റെ എനർജി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അത് ഹോളുമായിട്ട് റീകമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ എനർജി എന്ന് പറയുന്നത് കുറഞ്ഞിട്ട് വാലൻസ് ബാൻഡ് എനർജി ആയിട്ട് മാറും. ആ വരുന്നൊരു എനർജി ചേഞ്ച് ഇവിടെ നമുക്ക് എമിറ്റ് ചെയ്ത് കിട്ടുന്നത് ലൈറ്റിന്റെ ഫോമിലാണ്. അപ്പൊ നമുക്ക് റിക്വയർഡ് ഔട്ട്പുട്ട് കിട്ടിയല്ലോ. ലൈറ്റ് ആണ് നമ്മുടെ റിക്വയർഡ് ഔട്ട്പുട്ട്, അത് നമുക്ക് കിട്ടി. അപ്പൊ എങ്ങനെയാണ് വർക്കിംഗ് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് നോക്കാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് അലുമിനിയം അലോയ്സ് ആണെങ്കിൽ റെഡ്, ഓറഞ്ച്, യെല്ലോ തുടങ്ങിയ കളേഴ്സ് ഒക്കെയാണ് നമുക്ക് കിട്ടുക. ഇന്ത്യ ആണ് യൂസ് ചെയ്യണം, ഇന്ത്യ അലോയ്സ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ ഗ്രീന്, ബ്ലൂ, വൈറ്റ് ലൈറ്റ് ഒക്കെയാണ് കിട്ടുന്നത്. അത് ജസ്റ്റ് നിങ്ങളുടെ നോളജിലേക്ക് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇനി എന്താണ് LEDസിനെ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ LEDs വളരെ ചെറിയ പവറെ കൺസ്യൂം ചെയ്യുള്ളൂ, കൺസംഷൻ ഓഫ് ലെസ് പവർ, അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. അത് മാത്രമല്ല ലോങ്ങർ ലൈഫ്, ഒരു 50,000 അവേഴ്സോളം വരുന്നുണ്ട് അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ലോ ഓപ്പറേഷണൽ വോൾട്ടേജ് ആണ്. പ്രോസസ്സ് നടക്കുമ്പോൾ ടൈം ഡിലേ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. വർക്കിംഗ് ഇൻസ്റ്റന്റേനിയസ്ലി ആണ്, വാമപ്പ് ടൈമിന്റെ ആവശ്യമില്ല. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് LEDസിന്റെ പറയാൻ പറ്റുന്നത്. ഇനി എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടൈപ്സ് ഓഫ് LED ആണ്. ഒന്നാമത്തെ പറയുന്നത് മിനിയേച്ചർ LEDs. മിനിയേച്ചർ LEDസിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിമോട്ട് കൺട്രോൾസിൽ നമ്മൾ കാണുന്ന LED. അതെങ്ങനെയാണ്, നമ്മുടെ സർക്യൂട്ടായിട്ട് ഡയറക്ട്ലി പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഡയറക്ട്ലി പ്ലേസ്ഡ് ഇൻ സർക്യൂട്ട്. അതിന് പ്രത്യേകം കൂളിംഗ് ഡിവൈസിന്റെ ആവശ്യം ഇല്ല. ഓക്കെ, അടുത്ത ഒരു ടൈപ്പ് LED ആണ് ഹൈ പവർ LED. ആസ് ദ നെയിം സജസ്റ്റ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹൈ ഔട്ട്പുട്ട് ആയിരിക്കും. നോർമൽ LEDസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹൈ ഔട്ട്പുട്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഓവർ ഹീറ്റിങ്ങിനുള്ള ചാൻസസ് ഉണ്ട്. ഓവർ ഹീറ്റിങ്ങിനുള്ള ചാൻസസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു കൂളിംഗ് ഡിവൈസ് ഇതിനെ സെപ്പറേറ്റ് യൂസ് ചെയ്യും. ഇത് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഹൈ പവേർഡ് ലാംപ്സിലും ഓട്ടോമൊബൈൽ ഹെഡ്ലൈറ്റ്സിലും ഒക്കെയാണ് നമ്മൾ ഹൈ പവർ LEDs യൂസ് ചെയ്യുന്നത്. അടുത്ത ടൈപ്പ് ഓഫ് LED ആണ് ഫ്ലാഷ് LED. ഫ്ലാഷ് LEDയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നോർമൽ LED തന്നെ എടുത്തിട്ട് നമ്മൾ അതൊരു സർക്യൂട്ടായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സർക്യൂട്ട് എന്താ ചെയ്യുന്നത്,
നമ്മുടെ ലൈറ്റിനെ ഫ്ലാഷ് ചെയ്യിക്കുകയാണ് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോർമൽ LED-യുടെ ഒപ്പം ഒരു സർക്യൂട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഫ്ലാഷ് LED എന്ന് പറയുന്നത്. നമ്മൾ സൈൻ ബോർഡ്സിലും വെഹിക്കിൾസിലൊക്കെ യൂസ് ചെയ്യുന്നത് അതാണ്. അടുത്തൊരു ടൈപ്പ് ഓഫ് LED ആണ് ബൈ കളർ ആൻഡ് ട്രൈ കളർ LED. ബൈ എന്ന് പറയുമ്പോൾ തന്നെ 2 ആണ്, ട്രൈ എന്ന് പറയുമ്പോൾ ഇൻഡിക്കേറ്റ്സ് 3. അപ്പോൾ 2 കളറും 3 കളറും കിട്ടുന്ന LED അതെങ്ങനെയാണെന്ന് നോക്കാം. 2 LEDs ഒരു സിംഗിൾ കേസിന്റെ ഉള്ളിൽ നമ്മൾ വെച്ചിരിക്കുകയാണ്. അത് ഇൻവേഴ്സ്ലി പാരലൽ ആയിട്ട് ആണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്, വയർ ചെയ്തിട്ടുള്ളത്. അതായത് അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു LED ഓൺ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കപ്പോൾ 2 ലൈറ്റ് കിട്ടുമല്ലോ. അപ്പോൾ അതിനെയാണ് നമ്മൾ ബൈ കളർ LED എന്ന് പറയുന്നത്. ഇനി ഇത് രണ്ടും സെപ്പറേറ്റ്ലിയും ടുഗദർ വർക്ക് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് മൂന്നാമതൊരു കളർ പോസിബിൾ ആണ്. അതിനെയാണ് നമ്മൾ ട്രൈ കളർ LED എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് RGB LEDs ആണ്. RGB LEDs ഒന്നുമില്ല, റെഡ്, ഗ്രീന്, ബ്ലൂ, ഈ 3 കളേഴ്സ് ആണ്. അത് നമ്മൾ എവിടെയാണ്, സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റേഴ്സിനാണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കാണുന്നത് ഈ RGB LEDs. അതുപോലെ തന്നെ ആക്സൻ ലൈറ്റിങ്ങിനും ലൈറ്റ് ഷോസിനും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അടുത്തൊരു ടൈപ്പ് LED ആണ് ആൽഫ ന്യൂമറിക് LED. ആൽഫ ന്യൂമറിക് LEDയിൽ 7 സെഗ്മെന്റ് എല്ലാവർക്കും പരിചിതം തന്നെ ആയിരിക്കും. കാരണം നമ്മൾ കാൽക്കുലേറ്റർ അല്ലെങ്കിൽ നമ്മുടെ ലാബിലുള്ള ഡിവൈസസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ ഇതിൽ എത്ര സെഗ്മെന്റ് ആണുള്ളത്? 3, 3, 1. എത്രയാ? ടോട്ടൽ 7 സെഗ്മെന്റ്സ്. ഈ 7 സെഗ്മെന്റ്സ് വെച്ചിട്ട് നമുക്ക് എല്ലാ നമ്പേഴ്സിനെയും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതാണ് 7 സെഗ്മെന്റ് ആൽഫ ന്യൂമറിക് LEDയിൽ വരുന്നത്. അതേസമയം അതിന് 14ഓ 16ഓ സെഗ്മെന്റ് ആണെങ്കിൽ അതിന് 26 ക്യാരക്ടേഴ്സും നമ്മുടെ റോമൻ ആൽഫബറ്റിലുള്ള 26 ക്യാരക്ടേഴ്സും അതിനൊപ്പം തന്നെ 0 to 9 ഉള്ള നമ്പേഴ്സും അതിനെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ടൈപ്പ് LED ആണ് ലൈറ്റിംഗ് LED. ഈ ലൈറ്റിംഗ് LED എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഒപ്പം ഹീറ്റ് ഡെസിപ്പേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അലുമിനിയം അല്ലെങ്കിൽ സിറാമിക് ബോഡി ആയിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ LEDസിനെ പറ്റിയിട്ട് ഒരു ഐഡിയ എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സോളാർ സെല്ല് നോക്കാം. സോളാർ സെല്ലിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫോട്ടോ വോൾട്ടായിക് ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ഈ ഫോട്ടോ വോൾട്ടായിക് ഇഫക്റ്റ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. നമ്മൾക്ക് ഇൻപുട്ടായിട്ട് കിട്ടുന്നത് എന്ന് പറയുന്നത് എന്താണ്? സൺലൈറ്റ് ആണ്. ഡയറക്റ്റ് സണ്ണിന്ന് വരുന്ന ലൈറ്റ് ആണ് നമ്മുടെ ഇൻപുട്ട്. പിന്നെ വരുന്ന ഒരു പോർഷനാണ് ഫ്രണ്ട് കോണ്ടാക്റ്റും ബാക്ക് കോണ്ടാക്റ്റും. ഈ 2 കോണ്ടാക്ട്സ് വഴിയാണ് നമ്മൾ സർക്യൂട്ടിലേക്ക് ഡിവൈസിനെ കണക്ട് ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്രണ്ട് കോണ്ടാക്റ്റും ബാക്ക് കോണ്ടാക്റ്റും വെച്ചിട്ടുള്ളത്. പിന്നെയുള്ളത് ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ആണ്. കാരണം നമുക്ക് അബ്സോർപ്ഷൻ ആണ് വേണ്ടത്, റിഫ്ലക്ഷൻ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ആന്റി റിഫ്ലക്റ്റിംഗ് കോട്ടിംഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ PN ജംഗ്ഷൻ ആണ്. PN ജംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ടോപ്പ് ലെയറിൽ നമ്മൾ N ടൈപ്പ് സെമി കണ്ടക്ടർ ആണ് യൂസ് ചെയ്യുന്നത്. വിട്ട് കൂടിയിട്ടുള്ള P ടൈപ്പ് സെമി കണ്ടക്ടർ ആണ് താഴെയുള്ള ലെയറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ സെറ്റപ്പ്. അപ്പൊ എന്താ ഉണ്ടാവണേന്ന് നമുക്ക് നോക്കാം. സൺലൈറ്റ് വന്നു. സൺലൈറ്റ് വരുമ്പോൾ അതെന്താണ്? ലൈറ്റ് എനർജി ആണ്, ഫോട്ടോൺസ് ആണ്. ഫോട്ടോൺസിന്റെ എനർജി അബ്സോർബ് ചെയ്തിട്ട് P ടൈപ്പ് റീജിയനിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് മാറും. അതായത് P ടൈപ്പ് റീജിയനിലുള്ള ഇലക്ട്രോൺസ് ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഈ സർക്യൂട്ടിലൂടെ എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കറണ്ട് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? ലൈറ്റ് എനർജി എന്തായി കൺവേർട്ട് ചെയ്യാണ്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. കാരണം കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ P ടൈപ്പ് റീജിയനിലത്തെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് സോളാർ സെല്ലിൽ സംഭവിക്കുന്നത്. ഈ സോളാർ സെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് താഴെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. സിലിക്കൺ യൂസ് ചെയ്യാം, ഗാലിയം ആഴ്സനൈഡ് യൂസ് ചെയ്യാം, കാഡ്മിയം ടെലുറൈഡ് യൂസ് ചെയ്യാം. പിന്നെ പെർവോസ്കൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിസ്റ്റൽ ഉണ്ട്, നമുക്ക് അത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്ന ഒരു പോർഷനാണ് VI ക്യാരക്ടറിസ്റ്റിക്സും. പിന്നെ 2 ഫാക്ടേഴ്സും കൂടി നമ്മൾ പറയുന്നുണ്ട്. ഒരു ഫിൽ ഫാക്ടറും അതുപോലെ എഫിഷ്യൻസി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം, VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളാർ സെല്ലാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ്? എന്ത് തമ്മിലാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നുണ്ടാവുക? വോൾട്ടേജും കറണ്ടും തമ്മിൽ. X ആക്സിൽ വോൾട്ടേജും Y ആക്സിസിൽ കറണ്ടും എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? VI ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യുന്നത്. അതിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് വന്നിട്ടുള്ളതാണ് നമുക്ക് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിൽ ഈ I max എന്ന് പറയുന്നത്
ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കുന്ന സമയത്ത് പാസ് ചെയ്യുന്ന കറണ്ട്. ഷോർട്ട് സർക്യൂട്ട് ആയിരുന്ന ISC എന്ന് നമുക്ക് വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. മാക്സിമം കറണ്ട് പാസ് ചെയ്യുന്നത് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കുന്ന സമയത്തായിരിക്കും. അതിനെയാണ് നമ്മൾ Imax എന്ന് പറയുന്നത്. അതുപോലെ മാക്സിമം വോൾട്ടേജ് വരുന്നത് ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കുന്ന സമയത്തായിരിക്കും. അതിനെ Vmax അല്ലെങ്കിൽ നമുക്ക് V ഓപ്പൺ സർക്യൂട്ട് VOC എന്നും റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഈ IV കർവിൽ ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് മാക്സിമം പവർ കിട്ടുന്നുണ്ട്. ആ മാക്സിമം പവർ പോയിന്റിനെയാണ് MPP എന്ന് ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കറണ്ടിന് ഒരു വാല്യൂ ഉണ്ടായിരിക്കും, വോൾട്ടേജിനും ഒരു വാല്യൂ ഉണ്ടായിരിക്കും. അതാണ് IMP VMP എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മാക്സിമം പവർ കിട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് PV കർവാണ്, നമ്മുടെ സോളാർ സെല്ലിന്റെ PV കർവാണ് ഈ വയലറ്റ് പോലത്തെ കളറിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ മാക്സിമം പവർ കിട്ടുന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം പവർ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലാണ് കേട്ടോ കിട്ടുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐയും വിയും ആണ് VMPയും IMPയും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഫിൽ ഫാക്ടറും എഫിഷ്യൻസിയും നോക്കാം. ഫിൽ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ക്വാളിറ്റി ഓഫ് സോളാർ സെൽ. സോളാർ സെല്ലിന്റെ ക്വാളിറ്റിയുടെ ഒരു മെഷറാണ് ഫിൽ ഫാക്ടർ എന്ന് പറയുന്നത്. എന്താണ് ഈ ഫിൽ ഫാക്ടർ? മാക്സിമം പവറും PT എന്ന് പറയുന്ന ഒരു പവറും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ എടുക്കുന്നത്. അതിൽ എന്താണ് മാക്സിമം പവർ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, മാക്സിമം പവർ കിട്ടുന്ന ഒരു പോയിന്റിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് IMPയും VMP ആണ് കറസ്പോണ്ടിങ് വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ I × V ആണല്ലോ നമ്മുടെ പവർ എന്ന് പറയുന്നത്. വോൾട്ടേജ് × കറണ്ട് ചെയ്യുന്നതാണ് പവർ എന്ന് പറയുന്നത്. അപ്പൊ IMP × VMP ചെയ്യുന്നതാണ് നമ്മുടെ Pmax എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അടുത്തതെന്ന് പറയുന്നത് PT, അതായത് നമുക്ക് മാക്സിമം കറണ്ട് കിട്ടുന്ന എപ്പോഴാണ്? ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ISC. അതുപോലെ മാക്സിമം വോൾട്ടേജ് കിട്ടുന്നത് ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കുമ്പോൾ VOC എന്ന് പറയുന്നതാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവറാണ് PT എന്ന് പറയുന്നത്. അപ്പം PT എന്തായിരിക്കും? ISC × VOC ആയിരിക്കും. ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിൽ ഫാക്ടർ എന്ന് പറയുന്നത്. ഷോർട്ട് സർക്യൂട്ട് കറണ്ടും ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജും ഉള്ള സമയത്ത് ആ സർക്യൂട്ടിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം പവർ എന്ന് പറയുന്നതാണ് PT എന്ന് പറയുന്നത്. അതിൽ എത്ര പോർഷൻ നമുക്ക് ശരിക്ക് ഇൻ റിയൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് Pmax എന്ന് പറയുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിൽ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഫിൽ ഫാക്ടർ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക? ബെറ്റർ പെർഫോമൻസ് ആണ്. അടുത്തതെന്ന് പറയുന്നത് എഫിഷ്യൻസി ആണ്. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താണ്? ആസ് യു നോ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് × 100 ചെയ്യുന്നതാണ്. ഇവിടെ പവർ ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. ഇൻപുട്ട് കൊടുക്കുന്നത് സോളാർ പവർ ആണ്. ആ PE എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള ഔട്ട്പുട്ട് പവർ നമുക്ക് കിട്ടുന്നത് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് പവർ ആണ്. ഓക്കെ, അത് തമ്മിലുള്ള റേഷ്യോ × 100% ചെയ്യുമ്പോഴാണ് നമുക്ക് എഫിഷ്യൻസി ഈറ്റ എന്ന് പറയുന്നത് കിട്ടുന്നത്. അപ്പോൾ ഫിൽ ഫാക്ടർ എഫിഷ്യൻസി ഒക്കെ ആണല്ലോ. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോളാർ സെല്ലിന്റെ അപ്ലിക്കേഷൻസ് ആണ്. അപ്ലിക്കേഷൻസിൽ വരുന്നത് എന്തൊക്കെയാണ്? സോളാർ പാനൽസ് വരുന്നുണ്ട്. സോളാർ പാനൽസ് എല്ലാവർക്കും ഓൾറെഡി അറിയുന്ന ഒരു അപ്ലിക്കേഷൻ ആയിരിക്കും. പിന്നെ വരുന്നത് സോളാർ കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്, സ്പേസ് സാറ്റലൈറ്റ്സിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സോളാർ സെല്ലിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ കമന്റിൽ അറിയിക്കുക. അതുപോലെ ഇത് ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഇതിനിപ്പോൾ ഈ പർട്ടിക്കുലർ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫോർ നൗ.